പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ നിർത്തി ഉൽപ്പന്നങ്ങളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി. രാജ്യസുരക്ഷയും പൊതുനയവും കണക്കിലെടുത്താണ് നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ഇപ്പോൾ വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ അടുത്ത ഘട്ടത്തിലേക്ക് നടപടി കടുപ്പിക്കുകയാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ഇപ്പോൾ ഇന്ത്യ നിർത്തിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇറക്കുന്നതിനാണ് ഇപ്പോൾ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും രാജ്യസുരക്ഷയും പൊതുനയം കണക്കിലെടുത്താണ് നടപടി എന്നാണ് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും ദേശീയ സുരക്ഷയുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ താല്പര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തും എന്നതാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ അടുത്ത നടപടി കടുപ്പിക്കുകയാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാലും പാകിസ്ഥാനും ഇന്ത്യ തമ്മിലുള്ള ഏക വ്യാപാര പാതയായ വാഗ അട്ടാരി അതിർത്തി അടച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ നേരിട്ടിരുന്നു. അതിന് പിന്നാലെ വ്യോമപാത അടച്ചതും അതിന് പിന്നാലെ വരുന്ന ഇറക്കുമതി നിയന്ത്രണം എല്ലാം പാകിസ്ഥാനെ സാമ്പത്തികമായി വളരെ തളർത്തുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ ഈ നടപടി സ്വീകരിക്കുന്നത്. എന്തായാലും ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് നിലവിൽ ഇപ്പോൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള തുടർ നടപടി അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നു എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാലും പാകിസ്ഥാന്റെ ഇറക്കുമതി നിരോധനം അതിന്റെ തീരുമാനം അല്ലെങ്കിൽ വിജ്ഞാപനം ഉടൻ ഇറക്കുമെന്നാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പുറത്തിറക്കുന്നത്. എന്തായാലും ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യ കടക്കുന്നു. അത് വ്യോമപാത അടച്ചതും ഈ വാഗ അട്ടാരി പാത ഏക വ്യാപാര പാത അടച്ചതും അതുപോലെ തന്നെ നിരന്തരം വരുന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ഭദ്രത തകർക്കുക എന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും പാകിസ്ഥാൻ ഒരു പ്രതിരോധം തീർക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭീഷണി സന്ദേശം മുഴക്കിയിരിക്കുന്നു. അത് പ്രധാനമായും വെള്ളം തടഞ്ഞാൽ അത് സൈനിക നടപടിയായി കണക്കാക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വ്യക്തമാക്കുന്നത്. ഇത് പാകിസ്ഥാനെതിരെയുള്ള കടന്നുകയറ്റമായി കണക്കാക്കുമെന്നും ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുമെന്ന ഒരു ഭീഷണിയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിരോധ മന്ത്രി മുഴക്കിയിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഏതെല്ലാം രീതിയിൽ തിരിച്ചടിക്കും, അത് നയതന്ത്രപരമായി തന്നെ ഏതെല്ലാം രീതിയിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പ്രധാന അല്ലെങ്കിൽ ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ വെള്ളം തടയൽ അല്ലെങ്കിൽ സിന്ധു നദി കരാർ ലംഘിച്ചത് അല്ലെങ്കിൽ കരാർ ഇന്ത്യ മരവിപ്പിച്ചത് ഒരു പാകിസ്ഥാനെതിരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പിന്നാലെ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള നടപടി കടുപ്പിക്കുക തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. അത് പാകിസ്ഥാന്റെ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇത് പ്രധാനമായും ഈ ഭീകരവാദ പ്രവർത്തനത്തിനെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ധനസഹായം നൽകുന്നുണ്ടെന്ന് ദേശീയ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക ശേഷി വ്യോമപാത അടച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അത് പ്രധാനമായും പ്രത്യക്ഷമായും പരോക്ഷമായുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യ മരവിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ നിയന്ത്രണമെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു തുടർ നടപടി അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ തുടർ നടപടി ഇന്ത്യ കടുപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാർത്തു. ശരി രാജേഷ്, പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. സുരക്ഷ കണക്കിലെടുത്ത് ഇറക്കുമതി ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള ഇറക്കുമതി ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇറക്കുമതിക്കടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.